അടടാ മോനെ കളിമാറി അടവുകളെല്ലാം വഴിമാറി. സുരേഷ് ഗോപി നേതാവ് BJP-യുടെ ജേതാവ്. കണ്ടില്ലേ കണ്ടില്ലേ BJP-യുടെ ആവേശം. കണ്ടോളൂ കണ്ടോളൂ തൃശ്ശൂര് മണ്ണിനാവേശം. അടടാ മോനെ കളിമാറി അടവുകളെല്ലാം വഴിമാറി. സുരേഷ് ഗോപി നേതാവ് BJP-യുടെ യോദ്ധാവ്. കേക്ക് ഉണ്ടാക്കിയ ആൾക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പാട്ട് പാടിയിട്ട് എനിക്ക് പൊന്നാട അണിയിച്ചതും ഗിഫ്റ്റൊക്കെ തന്നതും. അപ്പൊ എനിക്ക് നല്ല സന്തോഷമായി. കാരണം കുട്ടികളില് ഞാൻ അറിഞ്ഞത് ഞാൻ മാത്രമേ പാടിയിട്ടുള്ളൂ കുട്ടികളില്. അപ്പം എനിക്ക് ആ സന്തോഷം പറഞ്ഞറിയിക്കാനാവാത്തത്ര സന്തോഷമാണ്. നമസ്കാരം. തൃശ്ശൂരിൽ സുരേഷ് ഗോപി BJP-യുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി വിജയഗാനം സ്വന്തമായി എഴുതി പാടിയ സുൽഫത്തിനെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. സുൽഫത്ത് 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. കേരളം മുഴുവൻ ആ സുൽഫത്ത് പാടിയ പാട്ട് വലിയ രീതിയിൽ വൈറലായതാണ്. ഈ സമയത്ത് സുൽഫത്തിനെ സുരേഷ് ഗോപി നേരിട്ട് കണ്ട് അഭിനന്ദിച്ച് ആദരിച്ച ഒരു സംഭവം കൂടി കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ സുൽഫത്തിനോട് തന്നെ നമ്മൾക്ക് ഈ ഒരു വിഷയം ചോദിച്ച് മനസ്സിലാക്കാം. സുൽഫത്ത് നമ്മോടൊപ്പം ചേരുകയാണ്. സുൽഫത്ത്, നമസ്കാരം. നമസ്കാരം. സുരേഷ് ഗോപി നേരിട്ട് കണ്ട് സുൽഫത്തിനെ ആദരിച്ചിരിക്കുകയാണ് അല്ലെ? എങ്ങനെയായിരുന്നു അനുഭവം? അനുഭവം എനിക്ക് നല്ല സന്തോഷം ഉണ്ടായി. ആദ്യം എന്നെ വിളിച്ചു, ഉമ്മച്ചാണ് പാട്ട് പാടിയതെന്നൊക്കെ പാട്ട് പാടി കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്. ആദ്യം വിളിച്ചിട്ട് എന്നോട് പാട്ട് പാട് എന്ന് പറഞ്ഞു. അതും വേറൊരു മാഷാണ് പറഞ്ഞത്. ഞാൻ പാട്ട് പാടി. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ആദ്യം പൊന്നാട അണിയിച്ചു. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഞാൻ ഞെട്ടിപ്പോയി. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. പൊന്നാട ഒന്നും എടുക്കണം ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നോക്കിയിട്ടാണ് പാടിയത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് വേറൊരു ഫോട്ടോ തന്നു. ഇതാണ് ആ ഫോട്ടോ. ഇതാണ് ഗിഫ്റ്റ് സമ്മാനിച്ചതാണല്ലേ? ഇതാണ് എനിക്ക് കിട്ടിയ ഗിഫ്റ്റ്. ഇത് സുരേഷ് ഗോപി സാറ് തന്നതാണ്. എനിക്ക് ആദ്യം വേറൊരു പൊന്നാട അണിയിച്ചുണ്ടായിരുന്നു. അത് കൊട്ടിക്കലാശത്തിലായിരുന്നു. ഇത് എനിക്ക് 2 ഗിഫ്റ്റാണ് കിട്ടിയിട്ടുള്ളത്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? എന്താണ് ആ സമയത്ത് അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടുണ്ടായില്ല. കാരണം പറഞ്ഞൊക്കെ കഴിഞ്ഞതിന് ശേഷം കേക്ക് മുറിച്ചു കഴിഞ്ഞു, വേറെ എന്തോ ഒരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞു. കേക്ക് ഉണ്ടാക്കിയ ആൾക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പാട്ട് പാടിയിട്ട് എനിക്ക് പൊന്നാട അണിയിച്ചതും ഗിഫ്റ്റൊക്കെ തന്നതും. അപ്പൊ എനിക്ക് നല്ല സന്തോഷമായി. കാരണം കുട്ടികളില് ഞാൻ അറിഞ്ഞത് ഞാൻ മാത്രമേ പാടിയിട്ടുള്ളൂ കുട്ടികളില്. അപ്പം എനിക്ക് ആ സന്തോഷം പറഞ്ഞറിയിക്കാനാവാത്തത്ര സന്തോഷമാണ്. സുരേഷ് ഗോപി വിജയിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ടായിരുന്നു? നല്ല ഉറപ്പുണ്ടായിരുന്നു. ആദ്യം തലീസ് എടുത്ത വീഡിയോയിൽ തന്നെ എനിക്ക് നല്ല ഉറപ്പില്ലായിരുന്നു ഞാൻ ആ പാട്ട് പാടിയത്. അടുത്ത ദിവസം ആയപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി ഉന്മേഷമായിരുന്നു. അത് TV-യിൽ കാണാനായാലും ജയിച്ചു കഴിഞ്ഞിട്ട് TV-യിൽ വന്നല്ലോ പേരൊക്കെ. അപ്പം എന്റെ പൊന്നു എനിക്ക് പറയാൻ പറ്റിയില്ല, അത്രയ്ക്ക് സന്തോഷമായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോ സുരേഷ് ഗോപി വിജയിച്ച സമയത്ത് തൃശ്ശൂർ അദ്ദേഹത്തിന്റെ പരിപാടിക്ക് പോയിരുന്നു. അദ്ദേഹത്തിനെ നേരിട്ട് കണ്ടിരുന്നില്ലേ? ആ ഒരു സമയത്ത് ഒരു വാഹനത്തിലൊക്കെ, പ്രചരണ വാഹനത്തിലൊക്കെ കയറുന്ന ഒരു വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ആ ഒരു സമയത്ത് അനുഭവങ്ങൾ? എങ്ങനെയായിരുന്നു? അത് എന്നെ ഒരാൾ എടുത്തിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് കുറച്ച് ഉയരം കുറവായതുകൊണ്ട് അവിടെ ഭയങ്കര ഉയരമുള്ള ആൾക്കാരായിരുന്നു. എനിക്കാണെങ്കിൽ സാറിനെ കാണാൻ പോലും പറ്റിയിട്ടുണ്ടായില്ല. എന്നെ ഒരാള് എടുത്ത് തോളിൽ വെച്ചിട്ടാണ് ഞാൻ കണ്ടത്. സുരേഷ് ഗോപി സാർ എന്നെ കണ്ടില്ല. ക്ഷേത്രത്തില് തേങ്ങ ഉടക്കലും അങ്ങനെയൊക്കെ ഉണ്ടായില്ലേ, അതൊക്കെ എനിക്ക് കാണാൻ പറ്റി. പിന്നെ എന്നെ കണ്ടില്ല, അതുകൊണ്ട് ചെറിയൊരു വിഷമമുണ്ട്. പിന്നെ എനിക്ക് കുഴപ്പമില്ല. ജയിച്ചതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. ഇപ്പോ ഈ സുൽഫത്ത് ഇതുപോലുള്ള പരിപാടികൾക്കൊക്കെ പോകുന്ന സമയത്ത് എങ്ങനെയാണ് ഈ BJP പ്രവർത്തകരുടെ ഒക്കെ ഒരു സംസാര രീതികൾ, പെരുമാറ്റ രീതികളൊക്കെ എങ്ങനെയാണ്? സുൽഫത്തിനോട് ഏത് രീതിയിലാണ് അവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്? കൊറേ പേര് അന്നത്തെ ആ ഒരു ഇത് നടന്നല്ലോ, കുറച്ചു ദിവസം മുമ്പ് എനിക്ക് ഇതൊക്കെ കിട്ടിയ ദിവസം, അന്ന് കുറെ പേര് എന്നോട് വീട് ചോദിച്ചു. പിന്നെ കുറെ പേര് അഭിനന്ദനങ്ങൾ അറിയിച്ചു. കുറെ പേര് എനിക്ക് ക്ഷയിക്കേണ്ടി വന്നു. എല്ലാവർക്കും സന്തോഷമായി. ഇനിയും പാട്ടുണ്ടാക്കണം, ഇനി അടുത്ത ഇലക്ഷന് സുരേഷ് ഗോപി സാറ് നിൽക്കുകയാണെങ്കിൽ ഇനിയും പാടണം. അങ്ങനെ എല്ലാവരും എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോ ഈ ഇത് കിട്ടിയതിന് ശേഷം, സുരേഷ് ഗോപി നേരിട്ട് കണ്ട് ഇതൊക്കെ തന്നതിന് ശേഷം സ്കൂളിൽ എന്ത് പറഞ്ഞു? വിദ്യാർത്ഥികളും
മറ്റു സഹപാഠികളും ടീച്ചേഴ്സൊക്കെ എന്താ പറഞ്ഞത്? ടീച്ചേഴ്സിനൊക്കെ സന്തോഷായി. ടീച്ചേഴ്സ് കുറച്ചു പേരുണ്ടായിരുന്നു, എന്റെ ഹെഡ് ടീച്ചർ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും പറഞ്ഞത് നിനക്ക് സുരേഷ് ഗോപി സാറിന്റെ കയ്യിൽ നിന്ന് ഇതൊക്കെ കിട്ടി, ഞങ്ങൾ ഇതൊക്കെ കിട്ടാൻ എന്ത് ചെയ്യണം എന്നൊക്കെ എന്നോട് ചോദിച്ചു. ഫ്രണ്ട്സ് ഒക്കെ, ടീച്ചർമാരാണെങ്കിൽ ടീച്ചർമാർക്ക് ആ സ്കൂളില് ആദ്യമായിട്ടാണ് ഇങ്ങനെ സിനിമാ നടന്മാരിലാവട്ടെ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഒരു കുട്ടിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കും സന്തോഷായി, എന്റെ ഫ്രണ്ട്സിനും സന്തോഷായി, കൂടാതെ എനിക്കും സന്തോഷായി. ഇപ്പോ ഒരുപാട് ആളുകൾ മോളി പാട്ട് പാടിയ സമയത്ത് നെഗറ്റീവായിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്നു. ഉമ്മയോടൊക്കെ നേരിട്ട് ഇങ്ങനെ പറയുന്നൊരു കാര്യം, മതപരമായിട്ടൊക്കെ എടുത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോ എന്താണ് അവരോടൊക്കെ പറയാനുള്ളത്? ഇനി എന്തായാലും അവരങ്ങനെ പറയില്ല എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം അവര് കുറെ പേര് നെഗറ്റീവ് കമന്റ്സ് ഇട്ടപ്പോ അന്ന് തന്നെ വീഡിയോയിൽ ഞാൻ അതൊക്കെ പറഞ്ഞിട്ടുണ്ടായി, ഇനി അങ്ങനെ ഇടരുതെന്നും ഇനി ഇട്ട് കഴിഞ്ഞാല് എനിക്ക് സങ്കടാവെന്ന് പറഞ്ഞിട്ടുണ്ടായി. പക്ഷെ എന്നിട്ടും കുറെ പേര് അങ്ങനെ വീഡിയോന്റെ അടി വന്നിട്ട് വൃത്തികെട്ട കമന്റ്സ്, വൃത്തികെട്ടെന്നല്ല, പൊട്ട കമന്റ്സ് ഇടുണ്ടായി. അതിലെനിക്ക് കുഴപ്പമില്ല, ഇനിയും അവർ ചെയ്തോട്ടെ. എനിക്ക് അത് കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ ഇതിലൊക്കെ ചെയ്യാന്, പാട്ട് പാടാന്, എനിക്ക് മതപരമായിട്ടുള്ള ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിലൊന്നും വലിയ കാര്യമില്ല. പിന്നെ മുസ്ലിം അത് നമ്മുടെ ജാതിയാണല്ലോ, അതിനെനിക്ക് ഒരാൾക്ക് പാട്ട് പാടുന്നത്, അത് സുരേഷ് ഗോപി സാറിന് പാട്ട് പാടിയതിന് എനിക്ക് സന്തോഷമുള്ളൂ. അദ്ദേഹത്തിന്റെ ഒരു ആരാധിക ആയതുകൊണ്ടും എനിക്ക് സന്തോഷമുള്ളൂ, അതിന് എനിക്കൊരു വിഷയമില്ല. ഇപ്പോ പ്രധാനമായിട്ട് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഇവിടുത്തെ നിലവിൽ MP, അദ്ദേഹം കേന്ദ്രമന്ത്രി കൂടിയായിരിക്കുകയാണ്. എന്തെല്ലാം പ്രതീക്ഷകൾ ഈ ഒരു നമ്മൾ മറ്റുള്ളവരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടാകും എന്നുള്ളത്? അത് കുറെ പേർക്ക് വീട് വെച്ചു കൊടുക്കുന്നു പറഞ്ഞിരുന്നു. പിന്നെ ഓരോരുത്തര് ഇങ്ങനെ എഴുതിയിട്ട് ലെറ്റർ ഒക്കെ കൊടുക്കില്ലേ, അത് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ നാട്ടികേല അങ്ങാണ്ട് എന്തോ വേറൊരു ഫിഷിന്റെയോ എന്താങ്ങാണ്ട് വരുന്നു എന്ന് പറഞ്ഞിരുന്നു. പിന്നെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നു സുരേഷ് ഗോപി സാർ അവിടെ വെച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റിയില്ല, കാരണം കുറെ പേര് അവിടെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് കിട്ടി കഴിഞ്ഞിട്ട് എന്നെ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ കുറെ പേര് വന്നു. അപ്പം കുറെ കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഞാൻ കേൾക്കുകയാണ് ഉണ്ടായത്. അപ്പൊ എന്തായാലും അതൊക്കെ ചെയ്യും, അതെനിക്ക് ഉറപ്പുണ്ട്. കേന്ദ്രമന്ത്രി ആയി കഴിഞ്ഞാല് കുറെ കാര്യങ്ങൾ ചെയ്യുന്നു അദ്ദേഹം പറഞ്ഞിരുന്നു, അത് എന്തായാലും ചെയ്തിരിക്കും, എനിക്ക് നല്ല വിശ്വാസം ഉണ്ടത്. ഇപ്പോ BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, അത് കേരളത്തിൽ ആദ്യമായിട്ട് വിജയിച്ചിരിക്കുകയാണ് തൃശ്ശൂർ ഈ പാർലമെന്റ് ഇലക്ഷൻ. അങ്ങനെ ഒരു വിജയം മറ്റുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാവും എന്നൊക്കെ തോന്നുന്നുണ്ടോ? ഈ നമ്മൾ ഈ കണ്ടും കേട്ടും സോഷ്യൽ മീഡിയ ഇപ്പോൾ സജീവമാണല്ലോ, അപ്പൊ അങ്ങനെ ഒരു ഇനി പുതിയൊരു മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടാവുമെന്ന് അങ്ങനെ തോന്നുന്നുണ്ടോ? എനിക്ക് നല്ലോണം തോന്നുന്നുണ്ട്. ഇനിയും വേറെ സ്ഥലത്താണെങ്കിലും ഉണ്ടാവാം, ജയിക്കാം. എനിക്ക് അത്ര ഉറപ്പ് പറയാൻ പറ്റില്ല, കാരണം അവിടുത്തെ ജനങ്ങളുടെ തീരുമാനമാണല്ലോ ആര് ജയിക്കണം എന്ന്. അപ്പൊ അവര് തീരുമാനിക്കുന്ന പോലെ നടക്കും, അല്ലാതെ നമ്മളിപ്പം പറഞ്ഞിട്ട് എനിക്ക് അറിയില്ല. പിന്നെ അവര് ജയിപ്പിക്കുകയാണെങ്കിൽ എന്തായാലും ജയിക്കും, ഇനിയും ഇങ്ങനെ നടക്കുകയാണെങ്കിലേ എന്തായാലും ജയിക്കാൻ സാധ്യത ഉണ്ട്. സുരേഷ് ഗോപി കണ്ടു കഴിഞ്ഞ സമയത്ത് എന്താണ് സുൽഫത്തിന് പറയാൻ സാധിച്ചത്, അല്ലെങ്കിൽ പറയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇനി കണ്ടു കഴിഞ്ഞാൽ എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത്? ഇനി പറയാനുള്ളത്, എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. എന്ന് പറഞ്ഞാൽ എനിക്കൊരു വീട് വേണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, ലെറ്റർ പോലെ എഴുതി കൊടുത്തിട്ടുണ്ട്. അത് കിട്ടിയ എനിക്ക് സന്തോഷാണ്. അതല്ലാണ്ട് എനിക്ക് വേറെ ഒന്നും പറയാനില്ല. പിന്നെ അത് സുരേഷ് ഗോപി സാറ് വന്നുകൊണ്ട് സ്റ്റേജിൽ കയറിയത് ഞാൻ കണ്ടേ. ആ ടൈമിൽ എനിക്ക് നിന്നെല്ലാരും കയ്യടിക്കൊക്കെ ഉണ്ടായി. ആ ടൈമില് എനിക്ക് കരച്ചില് വന്നു. ഞാൻ ഭാഗ്യത്തിന് കരഞ്ഞില്ല, ഞാൻ എങ്ങനെയൊക്കെയോ പിടിച്ചെന്നാണ്. ഞാൻ എൻ്റെ ഉമ്മാനോട് വരെ പറഞ്ഞു, ഉമ്മ എനിക്ക് കരയാൻ വന്നു, ഞാൻ എങ്ങനെ പിടിച്ചു നിന്നു, എനിക്ക് കരയാൻ പറ്റിയില്ല, എന്നാലും എനിക്ക് നല്ല വിഷമായി. അപ്പൊ ഈ ഉമ്മയെ സംബന്ധിച്ച് ഉമ്മക്കും നല്ലൊരു സന്തോഷമായില്ലേ? ഉമ്മാക്കാണ് എന്നെയും കാട്ടും സന്തോഷമായത്. ഉമ്മച്ചി കയറി ചെന്നപ്പോ അവിടെ തന്നെ അദ്ദേഹത്തിന് ഷെയ്ക്കൻ്റെ ഒക്കെ കൊടുത്തു. എനിക്ക് അത് കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി. സുരേഷ് ഗോപി സാറിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും അഹങ്കാരം ഇല്ലാത്തൊരു മനുഷ്യനാണ്. ആരെ കണ്ടാലും അദ്ദേഹം ഒന്ന് ഷെയ്ക്കൻ്റെ ഒക്കെ കൊടുത്ത് കെട്ടിപ്പിടിക്കും. അതുപോലെ തന്നെ ആ പാട്ട് ഒന്ന് പാടാൻ പറ്റുമോ? ആദ്യം വൈറലായ പാട്ട് ഒരു 2 വരി, 2-3 വരി. അടടാ മോനെ കളി മാറി, അടവുകളെല്ലാം വഴിമാറി, സുരേഷ് ഗോപി നേതാവ്
BJPയുടെ ജേതാവ് ആ കണ്ടില്ലേ കണ്ടില്ലേ BJPയുടെ ആവേശം കണ്ടോളൂ കണ്ടോളൂ തൃശ്ശൂര് മണ്ണിനാവേശം ആ അടടാ മോനെ കളിമാറി അടവുകളെല്ലാം വഴിമാറി സുരേഷ് ഗോപി നേതാവ് BJPയുടെ യോദ്ധാവ് ആ കണ്ടില്ലേ കണ്ടില്ലേ BJPയുടെ ആവേശം കണ്ടോളൂ കണ്ടോളൂ തൃശ്ശൂര് മണ്ണിനാവേശം. അപ്പോ സുൽഫത്തെ, അപ്പോ സുൽഫത്തിന് സന്തോഷമായി ഈ കാര്യങ്ങളിലൊക്കെ അല്ലെ? അപ്പോൾ നമ്മുടെ ചാനലിലൂടെയാണ് സുൽഫത്ത് ഈ ഒരു വിഷയം ആദ്യമായിട്ട് പാടുന്നത്, വൈറലായത്. അപ്പോൾ എല്ലാവരോടും ഈ ഒരു സമയത്ത് അവസാനം ഇപ്പോൾ പറയാനുള്ളത് എന്താണ്? തൃശ്ശൂരിലെ വോട്ടർമാരോട് പറയാനുള്ളത്? വോട്ടർമാരോട് എല്ലാവരോടും എന്നല്ല, സുരേഷ് ഗോപി സാറിന് വോട്ട് ചെയ്തവർക്ക് നന്ദിയാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും സപ്പോർട്ട് ചെയ്തവരെല്ലാവരും കൂടുതൽ പേരും ഇനി സപ്പോർട്ട് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും സുരേഷ് ഗോപി സാറിനെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവർക്കും വിജയിപ്പിക്കാത്തവർക്കും നന്ദിയുണ്ട്. നിങ്ങൾ വിജയിപ്പിച്ചില്ലെങ്കിലും ബാക്കിയുള്ളവർ വിജയിപ്പിച്ചതിലാണ് എനിക്ക് സന്തോഷം. വിജയിപ്പിക്കാത്തവരുടെ കാര്യമല്ല എനിക്ക് സന്തോഷം. അപ്പം വിജയിപ്പിച്ചവർക്കും പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും എല്ലാവർക്കും നന്ദി. ഇപ്പോ സുരേഷ് ഗോപിയുടെ വിജയത്തിനായിട്ട് വിജയഗാനം എഴുതി പാടിയ സുൽഫത്ത് നമ്മോടൊപ്പം വിഷയങ്ങളെല്ലാം സംസാരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾക്ക് മനസ്സിലായ പ്രധാനപ്പെട്ട കാര്യം, തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി ഒരു ചെറിയൊരു പെൺകുട്ടി ചെയ്ത ഒരു കാര്യം അത് വലിയ തരത്തിൽ നമ്മുടെ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ അതിന്റെ എഫക്റ്റ് അത് ചെറുതല്ല എന്നുള്ളത് ബോധ്യപ്പെട്ട സമയമായിരുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലം. അപ്പോൾ എന്താണെങ്കിലും സുരേഷ് ഗോപി സാർ നേരിട്ട് സുൽഫത്തിനെ അഭിനന്ദിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഒരു വിശേഷങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ സുൽഫത്തുമായി ബന്ധപ്പെട്ട് പങ്കുവച്ചത്. തൃശ്ശൂരിൽ തൃപ്രയാറിൽ നിന്നും വിപിൻ ലാൽ, ഫാസ്റ്റ് റിപ്പോർട്ട്സ്.